ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും പേര് എഴുന്നേറ്റ ഉടനെ ആയിരിക്കും വീഡിയോസ് തപ്പിപ്പിടിച്ച് ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ ഒട്ടിച്ചിട്ട് ഫസ്റ്റ് അത് ഓപ്പൺ ആക്കിയായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഈ വീഡിയോ തപ്പിയെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചുറ്റും കിടന്ന ആളുകൾ അവിടെ തന്നെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. ആദ്യം അവരെടുത്തുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അവരുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് എൻഷുർ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറയാം. നല്ലൊരു ദിവസം തന്നതിന്, നല്ലൊരു കിടക്കാനിടം തന്നതിന്, നല്ലൊരു മുറി തന്നതിന്, കൂടെ ഭർത്താവോ മക്കളോ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഭാര്യയും മക്കളോ ആണെങ്കിൽ അങ്ങനെ അവരെ തന്നതിന്, നല്ല ഭർത്താവിനെ തന്നതിന്, നല്ല മക്കളെ തന്നതിന്, നല്ല വീട് തന്നതിന്, അങ്ങനെ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം കണ്ണു തുറക്കാം. എന്നിട്ട് എഴുന്നേറ്റിട്ട് വേണം നിങ്ങൾ ഫോൺ തപ്പിയെടുത്ത് വീഡിയോ കാണാനായിട്ട്. അതും അന്നേരം തന്നെ വീഡിയോ കാണണമെന്നൊരു നിർബന്ധമില്ല. മോസ്റ്റ്ലി നിങ്ങൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ണ് തുറന്നാൽ ആദ്യമേ ഫോൺ തപ്പിയെടുത്ത് വീഡിയോ ഓണാക്കി ആ വീഡിയോ കാണുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കേൾക്കുന്ന സൗണ്ട് അമ്മൂൻ്റെ ആണെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് ഉള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡാണ് ആദ്യം പറയേണ്ടത്. ആദ്യം പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം ആദ്യമേ. അതാണ് ഈ പോസിറ്റീവായിട്ടിരിക്കണം എന്ന് പറയുന്നത്. കാരണം എഴുന്നേൽക്കുമ്പോഴേ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഡേയിൽ ഫുള്ള് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. ഈ കേൾക്കുന്ന വീഡിയോയെ അന്നേരം തന്നെ അങ്ങ് വിട്ടേക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അതിലൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത് ഇങ്ങനെ എന്നെ ആലോചിച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാൽ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനം ഉണ്ടാകത്തില്ല. ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും, ഞാൻ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, ഞാനിന്ന് വളരെ വെൽത്തി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എപ്പോഴൊക്കെ സമയം കിട്ടിയാലും ഐ ആം ഹാപ്പി, ഐ ആം വെൽത്തി, ഐ ആം സക്സസ്ഫുൾ, ഐ ആം പീസ്ഫുൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് വീഡിയോ നോക്കാം. ഓക്കെ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്ന് പറയുന്നത് കേട്ടോ. ആ സമയത്തെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണേ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നിങ്ങൾക്ക് വീഡിയോസ് റെസണേറ്റ് ആവുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഞാൻ നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന പോലെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞ ദിവസമാണ് ആ ടീച്ചേഴ്സ് വണ്ടി അപകടം ഉണ്ടായത്. അതിൻ്റെ പിറ്റേ ദിവസം ഷോക്കിംഗ് ന്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ വെടിക്കെട്ട് അപകടം ഉണ്ടായത്. അപ്പോൾ റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഞാനിതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഓർക്കുകയോ ഞാനിന്ന് ഇങ്ങനെ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള റെസനേഷൻ, അതായത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പറയാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ബ്രേക്ക് ത്രൂ ആണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സഡൻ റെവലേഷൻ വരുന്നതോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റ് വരുന്നതോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഈ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ് നിൽക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. പ്രോസസ്സ് വളരെ സ്ലോ ഡൗൺ ആയിരിക്കും. പതുക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നത്. ഇന്നർ വോയിസ്, എക്സിസ്റ്റൻസ്, റൈപ്പ്നെസ്, ട്രാവലിംഗ്, പാസ്റ്റ് ലൈഫ്സ്, ദ മാസ്റ്റർ, ഐസൊലേഷൻ, ദെൻ ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിരിക്കുന്നത് പേഷ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോയിങ് ഡൗൺ എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ഇന്ന കാര്യം കിട്ടണം, ഇന്ന കാര്യം കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം സംഭവിക്കണമെന്ന് നമ്മൾ ഒരുപാട് നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവത്തില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കത്തില്ല നമുക്ക് വേണ്ടത്. നമുക്ക് ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അതിനേക്കാൾ മികച്ചതായിരിക്കും.
അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യം ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം നമുക്ക് കിട്ടാനുള്ളത് അതിനേക്കാൾ മികച്ചതാണ്. പിന്നെ എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സംതൃപ്തരാകുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കുറേ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു തോന്നൽ ഒരു ഇത് എനിക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ആ പ്രോസസ്സിനെ മാർക്കും, അല്ലെങ്കിൽ നമ്മൾ അത് വേണ്ടെന്ന് വെക്കുകയും നമ്മൾ ഇനി വരുന്നതിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പം ഒന്നുകിൽ നമ്മൾ കാത്ത് അതിനുവേണ്ടി തന്നെ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് നമുക്ക് ദൈവം കൊണ്ടുതരും. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഇന്ന ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതായത് ഇവിടെ സ്ലോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രോസസ്സ് വേണമെങ്കിൽ പെട്ടെന്ന് നടക്കാമായിരുന്നു, പക്ഷെ അത് നടന്നിട്ടില്ല. പതുക്കെ മെല്ലെ മെല്ലെയാണ് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം, മേ ബി പണമായിരിക്കാം, നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ സ്ലോയിങ് ഡൗൺ എന്ന കാർഡ് പറയുന്നത് കേട്ടോ. പതുക്കെ ആ പ്രോസസ്സിലൂടെ കടന്നു പോയി നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരാളായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾ വഴക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ സെപ്പറേഷനിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അയാൾ ട്രസ്റ്റ് ഇഷ്യോ അങ്ങനെ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി പോയിട്ടുള്ള ആളായിരിക്കാം, വഴക്കുണ്ടാക്കി പോയിട്ടുള്ളതായിരിക്കാം. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഇത് പണമാണ്, പണം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഇന്ന് വന്നു ചേരും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ദെൻ ഇന്നർ വോയിസ് ആണ്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഇന്നൊരു സ്പിരിച്വൽ ഗുരുവാണ്. നിങ്ങൾ തന്നെ ഒരു സ്പിരിച്വാലിറ്റിയിൽ തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെ, ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന, ഇൻഡ്യൂഷൻ്റെ ആയിട്ടുള്ള ഗട്ട് ഫീലിങ്സ് വർക്ക് ചെയ്യുന്ന, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെയുള്ളൊരു കഴിവുണ്ടായിരിക്കും. കാരണം നിങ്ങളിന്ന് ഡിവൈൻലി കണക്റ്റഡ് ആണ്, ഡിവൈനോട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നിഗൂഢമായ ശാസ്ത്രങ്ങൾ വശമുള്ള, അല്ലെങ്കിൽ നിഗൂഢതകളെ റിവീൽ ചെയ്യാൻ കഴിവുള്ള അത്രയും ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണ് പറയുന്നത്? കാരണം നിങ്ങളെപ്പോലെ അറിയാവുന്ന മറ്റാരുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കാണുള്ളത്. നിങ്ങളുടെ ഇന്നർ വോയിസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇന്നർ വോയിസ് വളരെയധികം ഇന്ന് വളരെ ആക്റ്റീവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു അത്രയും ആക്റ്റീവായിട്ടുള്ളൊരു സ്പിരിച്വൽ ലേഡി, ഫീമെയിൽ എനർജി നിങ്ങൾ പരിചയപ്പെടാനും അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാനും സാധ്യതയുണ്ട്. ശരിക്കും നിങ്ങൾ പുറത്ത് പോയി ഒരു ഗൈഡൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് തന്നെ അതിനുള്ള ഇന്നർ വോയിസ് ഉണ്ട്. നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. അതിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സ്പിരിച്വൽ ഫീമെയിൽ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു ഗൈഡൻസ് കിട്ടും എന്നാണ് ഈ പറഞ്ഞ ഇന്നർ വോയിസ് പറയുന്നത് കേട്ടോ. ഇതന്നെ എക്സിസ്റ്റൻസ് ആണ്. അതായത് നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഒരുപാട് കഴിവുകൾ വേണം. പണം വേണം, ഇമോഷൻസ് വേണം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമുക്ക് പാഷൻസ് വേണം, അതുപോലെ നമുക്ക് ബുദ്ധി വേണം. അങ്ങനെ എല്ലാ റിസോഴ്സുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ എക്സിസ്റ്റൻസ് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ പാരമ്യതയിലാണ് നമ്മളുള്ളത്. അതായത് നമ്മൾ ഹൈലി റിസോഴ്സ്ഫുൾ ആയിരിക്കും, നമുക്ക് ഭയങ്കരമായ എനർജി ഉള്ള ദിവസമാണ്, ഹൈ എനർജിയിലായിരിക്കും. അതുപോലെ ക്രിയേറ്ററാണ്, ഒന്നാമത്തെ എനർജിയാണ്, ഇന്ന് സൂര്യൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര എനർജിയിലായിരിക്കും. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടുന്നൊരു മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ദിവസമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. ആ മാനിഫെസ്റ്റേഷൻ എല്ലാം ഇന്ന് വർക്കാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ റിസോഴ്സുകളും ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ എന്ത് മത്സരത്തിൽ പങ്കെടുത്താലും നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ, ഒന്നാമനാകാനുള്ള സാധ്യതയുണ്ട്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അതിൽ ഫലം കണ്ടെത്താനായിട്ട് പറ്റും. അത് പണമായാലും ശരി, അറിവായാലും ശരി, മത്സര പരീക്ഷകളായാലും ശരി, ഇനി ആരുടെങ്കിലും ഇമോഷണലി കണക്റ്റഡ് ആവാനാണെങ്കിൽ അതിനാണെങ്കിലും ശരി, എന്തിനായാലും നിങ്ങൾ ഇന്ന് ഒന്നാമനാണ്. നിങ്ങൾക്ക് ഇന്ന് എന്താഗ്രഹിച്ചാൽ അത് സാധിക്കാനുള്ള എനർജി ഉണ്ടെന്നാണ് എക്സിസ്റ്റൻസ് പറയുന്നത്. ദെൻ റൈപ്പ്നെസ് എന്ന് പറയുന്നത് ഫാമിലിയോടൊപ്പം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫാമിലി എല്ലാവരും, നിങ്ങൾ ഹസ്ബൻഡ്, വൈഫ്, മക്കളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഹസ്ബൻഡ് ഫാമിലിയോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം, നിങ്ങൾ വൈഫ് ഓർ ഹസ്ബൻഡ് ഹൂവർ ഇറ്റ് ഈസ്, നിങ്ങൾ ആരാണോ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം, നിങ്ങളുള്ള 4-5 പേരുള്ള സർക്കിളല്ല, നിങ്ങളുടെ ബ്രോഡൻ മൈൻഡിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ ഫുൾ ഫാമിലി ഇരിക്കുന്ന ഒരു ഗെറ്റ് ടുഗദർ ഒരുപക്ഷെ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൂടെ ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. ഒരു ചില്ലിങ് ഔട്ടായിരിക്കാം, ചിലപ്പോൾ ഒരുമിച്ചുള്ളൊരു കൂടിച്ചേരലായിരിക്കാം, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അത്തരം ഒരു ഫാമിലി ടൈം ഇന്നേ ദിവസം ഉണ്ടെന്നാണ് റൈപ്പ്നെസ് പറയുന്നത്. ഓക്കെ, ഇതന്നെ ഇത് ഈ റൈപ്പ്നെസ്സിനകത്തേ ഈ
വിളവെടുപ്പ് എന്നും കൂടി ഒരു അർത്ഥമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല പല സോഴ്സിലായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത എഫേർട്ടിനുള്ളൊരു ഫലം കിട്ടണമല്ലോ. അപ്പോൾ ആ ഫലം എല്ലാം നിങ്ങൾക്ക് ഇന്ന് വന്നു ചേരും. പല സോഴ്സിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആ ഫ്രൂട്ട് ഓഫ് ദി ലേബർ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. നിങ്ങൾക്കത് വിളവെടുക്കാൻ പറ്റുമെന്നാണ്. റൈപ്പ്നെസ് ആണ്. റൈപ്പ്നെസ് എന്ന് വെച്ചാൽ വിളവ്, പാകമാവുക. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്കിന്ന് കൊയ്തെടുക്കാൻ പറ്റും എന്നാണ് ഈ റൈപ്പ്നെസ് പറയുന്നത്. പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വന്ന് കിട്ടും എന്നാണ് റൈപ്പ്നെസ് പറയുന്നത്. ദെൻ ട്രാവലിംഗ് ആണ്. ഇന്നൊരു ട്രാവൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ ട്രാവൽ എന്ന് പറയുന്നത് എയർ ട്രാവൽ ആയിരിക്കാം, ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്നതായിരിക്കാം. ട്രാവലിംഗ് ചിലപ്പോൾ സന്ദേശങ്ങളുടെ ട്രാവലിംഗ് ആയിരിക്കാം, നിങ്ങൾക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമിൻ്റെ റിസൾട്ടോ ഒക്കെ പ്രഖ്യാപിക്കുന്നതായിരിക്കും, ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരുന്നൊരു വർത്തമാനം അല്ലെങ്കിൽ ഒരു സന്ദേശം അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ഒരു വാർത്ത നിങ്ങൾ അറിയുന്നതാകാൻ സാധ്യതയുണ്ട്. ഇത് വീണ്ടും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെടുത്തിരിക്കുന്ന ആക്ഷൻ ഒരു ഫലം കിട്ടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കേട്ടോ. മോസ്റ്റ്ലി ഇതൊരു എയർ ട്രാവലിൻ്റെ കാർഡാണ്. നിങ്ങൾ കുറേ പേരെങ്കിലും ഇന്ന് വിദേശത്തേക്കോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്കോ വരുന്നുണ്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ കൊച്ചു യാത്രകളെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. അതാണ് ട്രാവലിങ്ങിൻ്റെ കാർഡ് പറയുന്നത്. ദെൻ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മുൻപ് ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കാം അല്ലെങ്കിൽ പഴയ ജന്മത്തിലായിരിക്കാം. നമ്മളെല്ലാം ക്യുമുലേഷൻ ഓഫ് സോ മെനി മെമ്മറീസ് ഓവർ ബർത്ത്സ് ആണ്. അപ്പോൾ പല ജന്മങ്ങളിലൂടെയുള്ള പല ഓർമ്മകളുടെ ഒരു ക്യുമുലേഷനാണ് ഈ ജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത വളരെ നല്ല മനുഷ്യരായ ആളുകൾക്ക് വളരെ മോശം ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പക്ഷേ എന്നാലും അവനത് വന്നല്ലോ, അല്ലെങ്കിൽ അവൾക്കത് വന്നല്ലോ, അവളൊരു പാവമായിരുന്നു അല്ലെങ്കിൽ അവനൊരു പാവമായിരുന്നു എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ട് അവർക്കത് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഇപ്പോൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കില്ല അവർ അനുഭവിക്കുന്നത്. അവർ ചിലപ്പോൾ ഇതൊക്കെ പാസ്റ്റ് ലൈഫിൽ മുൻജന്മങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിരിക്കാം ഒരുപക്ഷെ അനുഭവിക്കുന്നത്. അത് നമുക്കും ബാധകമാണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോന്നും നമ്മൾ ഈ ജന്മം ചെയ്തതിൻ്റെ ഒരു ആവർത്തനമോ അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കലോ ആണോ നിർബന്ധമില്ല. അത് പാസ്റ്റ് ലൈഫിൻ്റേതായിരിക്കും. ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ ഓർമ്മകളിൽ കുടുങ്ങി നിൽക്കുന്നതാണ്. പാസ്റ്റ് ലൈഫിലെ അല്ലെങ്കിൽ പാസ്റ്റിലെ മുൻപ് ഉണ്ടായിരുന്ന ഓർമ്മകളിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ക്ലിങ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. നമുക്കതുകൊണ്ട് യാതൊരു ലാഭമോ ഒന്നുമില്ല, എന്നാൽ നഷ്ടമുണ്ട് താനും. കാരണം നമുക്ക് ഇപ്പോൾ ഈ ദിവസം ഈ നിമിഷം എന്ന് പറയുന്നത് മാത്രമാണ് സത്യം. നമുക്ക് ഫ്യൂച്ചർ എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു നിമിഷമാണ് സത്യം. ആ സത്യത്തിനെ നമുക്ക് വിലയില്ലാതാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം ഇല്ലാതാക്കുന്നത് പാസ്റ്റിൻ്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ കുടുങ്ങി നിന്നാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സന്തോഷം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക, പ്രസൻറ്റിൽ ജീവിക്കുക. പാസ്റ്റിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണ് പാസ്റ്റിനെ ഇല്ലായ്മ ചെയ്യുന്നത്? പാസ്റ്റിനെ പൂർണ്ണമായിട്ട് എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും? പാസ്റ്റിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാസ്റ്റിൽ ചവിട്ടിയിട്ടാണ് പ്രസൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നിൽക്കാനുള്ള ചവിട്ടുപടിയാണ് പാസ്റ്റ്. പക്ഷേ ആ പാസ്റ്റിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെല്ലാം നിങ്ങൾ എഴുതിയിട്ട് കത്തിച്ച് കളയണം. നിങ്ങൾ എല്ലാ ദിവസവും ഒരു കണ്ടിന്യൂസ് ഒരാഴ്ചയെങ്കിലും നിങ്ങളത് ചെയ്യണം. നിങ്ങൾ എഴുന്നേറ്റ് ഫ്രീ ആവുന്ന സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് മുതൽ ഇന്ന് ഈ എഴുതുന്ന സമയം വരെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ എഴുതണം. അത് എഴുതുമ്പോൾ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആവും. അതൊന്നും സാരമില്ല. ആ ഇമോഷൻസിനെ അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എഴുതുക. എന്നിട്ട് അത് കത്തിച്ചിട്ട് അത് ചാരം നിങ്ങളുടെ സിങ്കിൽ ഒഴുക്കി കളയുകയോ ചെടിയുടെ ചോട്ടിൽ വെള്ളത്തിൽ അരിയിപ്പിച്ചിട്ട് ഒഴിച്ച് കളയുകയോ ചെയ്യണം. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, നാളെയും ചെയ്യണം, മറ്റന്നാളും ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 11 ദിവസമോ ചെയ്യണം. അപ്പോഴത്തേക്കും ഈ സെയിം കാര്യം റിപ്പീറ്റഡ്ലി നിങ്ങൾ കരഞ്ഞുകൊണ്ട് എഴുതുകയും അത് വീണ്ടും കത്തിച്ച് കളയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്നുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് നാളെ ഉണ്ടാകത്തില്ല. നാളെയുള്ള ആ ഫീലിംഗ് ആയിരിക്കത്തില്ല മറ്റന്നാൾ. ആ ഒരു തീക്ഷ്ണത കുറഞ്ഞ് ഒരു 7 days നിങ്ങൾ കണ്ടിന്യൂസ് എഴുതുവാണെങ്കിൽ ആ ഓർമ്മകൾ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് വേദനിപ്പിക്കാത്ത രീതിയിൽ അത് ഹീലായി പൊക്കോളും. അപ്പോൾ അങ്ങനെ കുറേ നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസിനെ നിങ്ങൾ റീഫിൽ ചെയ്തെടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുക,
ന്യൂസ് പേപ്പർ ഒന്നും വായിക്കുകയോ ചെയ്യില്ല. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഹൈ വൈബ്രേഷനുള്ള പാട്ടുകൾ കേൾക്കുക, ഡാൻസ് കളിക്കുന്നത് നല്ലൊരു എനർജിയാണ്. അതുപോലെ വീട്ടിൽ ഭക്തി ഗാനങ്ങൾ വെക്കുക, അതൊക്കെ വളരെ നല്ല എനർജിയാണ് കേട്ടോ. അതുപോലെ വീട് ഇങ്ങനെ പുകയ്ക്കത്തില്ലേ, കുന്തിരിക്കാൻ വെച്ചിട്ടോ സാമ്പ്രാണിത്തിരി വെച്ചിട്ടോ ഒക്കെ നമ്മൾ നമ്മുടെ വീട് മൊത്തം പുകയ്ക്കത്തില്ല, അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ വൈബ്രേഷൻ കുറച്ചൊക്കെ ഉയർത്താനായിട്ട് പറ്റും. നമ്മുടെ പാസ്റ്റിൽ ഇങ്ങനെ ക്ലിങ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറേ പോസിറ്റീവാകും. അതിനുശേഷം നിങ്ങൾ ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുമ്പോഴേ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ ചേഞ്ചസ് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ ക്ലിങ് ചെയ്ത് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കുറേ പഴയ ഓർമ്മകളിൽ നിങ്ങളിന്ന് സ്റ്റക്കായി നിൽക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ കാണാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പഴയ ഓർമ്മകളിലുള്ള ആരെങ്കിലും, ചിലപ്പോൾ ചിലരെ ഇന്ന് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ചില ആളുകളുടെ എൻട്രി ചിലപ്പോൾ ജീവിതത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ മാസ്റ്ററാണ്, ഈ ഹെർമിറ്റ് എനർജി പോലെയാണ്, ക്രിയേറ്ററാണ്. നിങ്ങളുടെ മാസ്റ്ററിനെ കാണാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന, നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ഒരു ഗുരു. അത് മനുഷ്യരൂപത്തിലാവണോ നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളോടൊരു സംസാരിക്കുന്ന പോലെ തോന്നുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ദൈവം നിങ്ങളുടെ ഗുരു സ്ഥാനീയനായിരിക്കാം. അപ്പം അങ്ങനെ സംഭവിക്കുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുരുവിനെ പോലെ ഒരാളെ, നിങ്ങൾക്ക് ഇന്ന് സ്പിരിച്വലായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടാൻ സാധിക്കും. ദെൻ ഐസൊലേഷനാണ് ഇതെന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റപ്പെട്ടു പോവുക, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ പകച്ച് നിൽക്കുക എന്ന് പറയത്തില്ലേ, അതാണ് ഐസൊലേഷൻ. അതായത് നമ്മൾ ആൾക്കൂട്ടത്തിൽ തന്നെ തനിച്ചാണെന്ന് തോന്നുക, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക, അത്തരത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ തീരുമാനം എടുക്കാതെ എന്ത് തീരുമാനം എടുക്കണമെന്നും അറിയത്തില്ല, എന്ത് തീരുമാനം എടുത്താലും നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സാഹചര്യം എന്തായാലും തീരുമാനം എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്കത് ആരോടും പറയാനും പറ്റത്തില്ല. അപ്പോൾ എടുക്കുന്ന തീരുമാനം വളരെയധികം ആലോചിച്ചിട്ട് എടുക്കുക, തീരുമാനം എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഫൂളാണ്, ഒന്നും പേടിക്കണ്ട, പാസ്റ്റ് എല്ലാം പൊക്കോട്ടെ, പാസ്റ്റിനെ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് ഒരു യാത്ര പോകുന്ന കാർഡാണ് ഫൂള്. ഓക്കെ, ഫൂളെന്ന് വെച്ചാൽ വളരെ ഇന്നസെൻ്റ് ആയിട്ട് പാസ്റ്റിലെ എല്ലാ നെഗറ്റിവിറ്റീസിനെ ഒഴിവാക്കി ഒരു പുതിയ ഫ്രഷ് നിങ്ങളൊരു ന്യൂ ബ്രാൻഡായിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നതാണ്, ഒരു പുതിയ തുടക്കമാണെന്ന്. നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടാവും, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കരയുന്നതായിരിക്കാം. കരയുമ്പോൾ കുറേ ക്ലെൻസിങ് നടക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ നിങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും കരച്ചിൽ വരുമ്പോൾ കരയണം, നന്നായിട്ട് കരയണം. ഈ കരയുക എന്ന് പറയുന്നത് ഭയങ്കര ക്ലെൻസിങ് ആണ്, ഉറക്കം വല്ലാത്തൊരു ക്ലെൻസിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭയങ്കര പെയിനൊക്കെ ഉള്ള ആളുകൾ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ അവരുടെ പെയിൻ മാറുന്നത്. ഭയങ്കരമായിട്ട് കരച്ചിൽ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ആ ഹെവിനെസ് മാറിയിട്ട് നമുക്കൊന്ന് കൂളാവാൻ പറ്റുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുമെന്നാണ് ഈ ഫൂൾ കാർഡും പറയുന്നത്. പിന്നെ പേഷ്യൻസ് ആണ്, നിങ്ങൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കും, നിങ്ങൾക്ക് പണം വന്ന് കിട്ടും, പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ്. പിന്നെ ചില ആളുകൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ സമയം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. കുറേ പേർക്കൊക്കെ പണം അല്ലെങ്കിൽ ഒരു വ്യക്തി ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും. ചില ആളുകളിൽ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടെ സ്ലോയിങ് ഡൗണും 7 എന്നുള്ള കാർഡുമാണ്, 7 പേഷ്യൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടുകൂടെ വരുമ്പോൾ ചിലർക്ക് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ഓവറായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വന്ന് കിട്ടും. അല്ലാത്ത ആളുകൾ ആ ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നും നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കും, പക്ഷെ അത് കിട്ടാൻ സാധ്യത കുറവാണ് കുറച്ച് പേർക്ക് കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ, മറ്റേ കാർഡിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ കാർഡിൽ എന്താ ഇങ്ങനെയെന്ന് പറയരുത്. 2 കാർഡ് വന്നിട്ടുണ്ട്, 2 കാർഡിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇതാണെന്ന് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം, വീഴാതെയൊക്കെ സൂക്ഷിക്കണം. കാലൊക്കെ ഇങ്ങനെ ആയുധങ്ങൾ കൊണ്ട് മുറിയാതിരിക്കാനും പൊള്ളൽ പറ്റാതിരിക്കാനും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.